നെക്സ്റ്റ് ടോപ്പിക് ഡബിൾ സൈഡഡ് സീക്വൻസ്. ഡബിൾ സൈഡഡ് സീക്വൻസ് പറഞ്ഞാൽ എന്താ? ഒരെണ്ണത്തിൽ യു ഓഫ് എൻ ഉണ്ടാവും, മറ്റേ യു ഓഫ് മൈനസ് എൻ ഉണ്ടാവും. ഒരെണ്ണത്തിൽ യു ഓഫ് എൻ, മറ്റേ യു ഓഫ് മൈനസ് എൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0.2 യു ഓഫ് എൻ പ്ലസ് 0.3 യു ഓഫ് മൈനസ് എൻ. ഒരെണ്ണത്തിൽ യു ഓഫ് എന്നും മറ്റേ യു ഓഫ് മൈനസ് എന്നും. അപ്പോൾ എക്സ് ഓഫ് സെൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 0.2 യു ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ അല്ലേ. എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. അപ്പോൾ 0.2 യു ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 0.3 യു ഓഫ് മൈനസ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ യു ഓഫ് എൻ ആണ് അതിലത്തെ ഫംഗ്ഷൻ. അപ്പോൾ യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലാത്ത എപ്പോഴോ യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 എൻ ലെസ് ദാൻ 0. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോൾ മാത്രം? എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് റൈറ്റ് സൈഡഡ് സീക്വൻസ്. അപ്പോൾ അതിൻ്റെ സമ്മേഷൻ എന്തായിട്ട് ചുരുങ്ങും? സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 0.2 സെഡ് റൈസ് ടു മൈനസ് എൻ പ്ലസ് രണ്ടാമത്തിൽ എന്താ വരിക? 0.3 യു ഓഫ് മൈനസ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ എന്നല്ലേ. അപ്പോൾ അതിൽ 0.3 യു ഓഫ് മൈനസ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ എന്നുള്ളതിൽ യു ഓഫ് മൈനസ് എൻ വരുമ്പോൾ യു ഓഫ് മൈനസ് എൻ ഇസ് ഈക്വൽ ടു 1 വെൻ മൈനസ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മൈനസ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൈനസ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ യു ഓഫ് മൈനസ് എൻ ഇസ് ഈക്വൽ ടു 1 ഓൺലി വെൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ സമ്മേഷൻ എവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? ഈ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസിൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെ. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 0 0.3 എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. കാരണം യു ഓഫ് മൈനസ് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് എന്നിനും 0 മൈനസ് ഇൻഫിനിറ്റിക്കും 0ക്കും ഇടയ്ക്ക് യു ഓഫ് മൈനസ് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 0.2 എൻ സെഡ് റൈസ് ടു മൈനസ് എന്നിൽ നിന്ന് എൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 0.2 ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് 1 ഓൾ റൈസ് ടു എൻ പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷനിൽ മൈനസ് ഇൻഫിനിറ്റിയാണ് കിടക്കണേ. മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യാറ്? നമ്മൾ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? സിഗ്മ എൻ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു 0 0.3 മൈനസ് എൻ സെഡ് റൈസ് ടു പ്ലസ് എൻ. കാരണം എന്നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 0.2 സെഡ് റൈസ് ടു മൈനസ് 1 ഓൾ റൈസ് ടു എൻ പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുന്നത് തന്നെയാണ് 0 ടു ഇൻഫിനിറ്റി 0.3 ടു മൈനസ് എൻ സെഡ് റൈസ് ടു എൻ എന്നുള്ളതിൽ എൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്താ വരിക? 0.3 ടു മൈനസ് 1 സെഡ് ഓൾ റൈസ് ടു എൻ 0.3 ടു മൈനസ് 1 സെഡ് ഓൾ റൈസ് ടു എൻ. അടുത്ത സ്റ്റെപ്പിൽ ആദ്യത്തെ ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്യുക, സിഗ്മ മാറ്റുക, എന്നിന് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ കൊടുക്കുക. അപ്പോൾ 0.2 സെഡ് റൈസ് ടു മൈനസ് 1 ഓൾ റൈസ് ടു 0 പ്ലസ് 0.2 സെഡ് റൈസ് ടു മൈനസ് 1 ഓൾ റൈസ് ടു 1 പ്ലസ് 0.2 സെഡ് റൈസ് ടു മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് അടുത്തത് 0.3 ടു മൈനസ് 1 സെഡ് ഓൾ റൈസ് ടു എൻ എന്നുള്ളത് നമുക്ക് എന്താ എഴുതാം? 0.3 ഇൻവേഴ്സ് സെഡ് എന്നുള്ളത് സെഡ് ബൈ 0.3 എന്ന് എഴുതാം. സെഡ് ബൈ 0.3 ഓൾ റൈസ് ടു എൻ 0.3 ടു മൈനസ് 1 സെഡ് എന്നുള്ളതിനെ നമുക്ക് എന്താ എഴുതാം? സെഡ് ബൈ 0.3 ഓൾ റൈസ് ടു എൻ. അപ്പോൾ എന്താ വരിക? സെഡ് ബൈ 0.3 ഓൾ റൈസ് ടു 0 പ്ലസ് സെഡ് ബൈ 0.3 ഓൾ റൈസ് ടു 1 പ്ലസ് സെഡ് ബൈ 0.3 ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്താ പറയുന്നത്? 1 പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിൽ വരുമ്പോൾ 1/1 മൈനസ് എ 1/1 മൈനസ് 0.2 സെഡ് റൈസ് ടു മൈനസ് 1 പ്ലസ് രണ്ടാമത്തിൽ എന്താ? അതേപോലെ തന്നെ സെഡ് ബൈ 0.3 ഓൾ റൈസ് ടു 0 എത്ര പറഞ്ഞാൽ 1 പ്ലസ് സെഡ് ബൈ 0.3 റൈസ് ടു 1 പ്ലസ് സെഡ് ബൈ 0.3 റൈസ് ടു 2 പ്ലസ് എക്സെട്ര. അപ്പോൾ 1/1 മൈനസ് സെഡ് ബൈ 0.3. ഇനി ആദ്യത്തെ ഫംഗ്ഷൻ്റെ ആർ ഒ സി എങ്ങനെയാണ്? ഡിനോമിനേറ്ററിലെ മൈനസ് കഴിഞ്ഞ് വരുന്ന ഫംഗ്ഷൻ്റെ മോഡുലസ് ലെസ് ദാൻ 1. അപ്പോൾ 0.2 സെഡ് റൈസ് ടു മൈനസ് 1 മോഡുലസ് ഓഫ് 0.2 സെഡ് റൈസ് ടു മൈനസ് 1 ലെസ് ദാൻ 1. സെഡ് റൈസ് ടു മൈനസ് 1 താഴ്ത്തേക്ക് പോയി. അപ്പോൾ 0.2 ബൈ മോഡുലസ് ഓഫ് 0.2 ബൈ മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ 1. മോഡുലസ് ഓഫ് 0.2 ലെസ് ദാൻ മോഡുലസ് സെഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 0.2 അല്ലേ. മോഡുലസ് ഓഫ് 0.2 ലെസ് ദാൻ മോഡുലസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് 0.2. മോഡുലസ് ഓഫ് 0.2 ഏതാ? 0.2 അല്ലേ. അപ്പോൾ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 0.2. അടുത്തല്ലോ മോഡുലസ് ഓഫ് സെഡ് ബൈ 0.3 ലെസ് ദാൻ 1. അപ്പോൾ മോഡുലസ് സെഡ് ബൈ മോഡുലസ് 0.3 ലെസ് ദാൻ 1. അപ്പോൾ മോഡുലസ് സെഡ് ലെസ് ദാൻ മോഡുലസ് 0.3 മോഡുലസ് സെഡ് ലെസ് ദാൻ 0.3. അപ്പോൾ റൈറ്റ് സൈഡഡ് സീക്വൻസിൽ എപ്പോഴും മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ എന്നുള്ള ആൻസർ വന്നു. കണ്ടോ? മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 0.2. ലെഫ്റ്റ് സൈഡഡ് യു ഓഫ് മൈനസ് എൻ ഫംഗ്ഷൻ ഇത് റൈറ്റും ലെഫ്റ്റും വരുന്നതാണ്, അതായത് ഡബിൾ സൈഡഡ്. റൈറ്റും ലെഫ്റ്റും വരുന്നതാണ്, അതായത് ഡബിൾ സൈഡ്. അപ്പോൾ റൈറ്റിൻ്റെ ആൻസർ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 0.2, ലെഫ്റ്റിൻ്റെ ആൻസർ മോഡ് സെഡ് ലെസ് ദാൻ 0.3. അപ്പോൾ എത്ര സർക്കിൾ വരും? 2 സർക്കിൾ. ആദ്യത്തെ സർക്കിളിൻ്റെ അവിടുത്തെ പോള് സർക്കംഫറൻസിൽ 0.2 എന്നും രണ്ടാമത്തെ സർക്കിളിൻ്റെ അവിടെ 0.3 എന്നും അടയാളപ്പെടുത്തുക.
രണ്ടും റൈറ്റ് ആണെങ്കിൽ ഏറ്റവും ടോപ്പിലത്തെ ഏറ്റവും ഔട്ടർ സർക്കിളിൻ്റെ മുകളിലേക്ക് പുറത്തേക്ക്, രണ്ടും ലെഫ്റ്റ് ആണെങ്കിൽ ഇന്നർ സർക്കിളിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും ഡബിൾ സൈഡഡ് ആണെങ്കിൽ നോക്കൂ, സെഡിൻ്റെ വാല്യൂ 0.2നേക്കാൾ കൂടുതലും 0.3യേക്കാൾ കുറവും. അപ്പോൾ എന്താ ഫോർമാറ്റ് വരിക? എ ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ മോഡ് ബി. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 0.2 എന്നുള്ള കണ്ടീഷനും മോഡ് സെഡ് ലെസ് ദാൻ 0.3 എന്നുള്ള കണ്ടീഷനും കമ്പൈൻ ചെയ്ത് വരണമെങ്കിൽ 0.2 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 0.3 ഇതല്ലേ? രണ്ട് കണ്ടീഷനും ശരിയല്ലേ? മോഡ് സെഡിൻ്റെ വാല്യൂ 0.2 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 0.3 എന്ന് പറയുമ്പോൾ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 0.2 ആയിട്ടും വന്നു, അതേസമയം മോഡ് സെഡ് ലെസ് ദാൻ 0.3 ആയിട്ടും വന്നു. അപ്പോൾ മോഡ് സെഡിൻ്റെ വാല്യൂ ഇതിനടയ്ക്കുക 0.2നും 0.3 അടയ്ക്കുക. അപ്പോൾ രണ്ട് സർക്കിളിൻ്റെ ഇടയ്ക്കായിരിക്കും വരിക ഡബിൾ സൈഡഡ്. റൈറ്റ് സൈഡഡ് ആണെങ്കിൽ ഔട്ടർ സർക്കിളിൻ്റെ പുറത്തേക്ക്, ലെഫ്റ്റ് ആണെങ്കിൽ കുറേ സർക്കിളുകൾ വരികയാണെങ്കിൽ, കുറേ മീൻസ് രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ രണ്ട് സർക്കിൾ, മൂന്ന് ഫംഗ്ഷൻ ആണെങ്കിൽ മൂന്ന് സർക്കിൾ. ഇവിടെ രണ്ട് ഫംഗ്ഷനാണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ വരുന്ന റൈറ്റ് സൈഡഡ് സീക്വൻസിലെ ഏറ്റവും ഔട്ടർ സർക്കിളിൻ്റെ മുകളിലേക്കാണ് ഹാച്ചിങ് ലൈൻസ് വരിക, ഷെയ്ഡിങ് വരിക, ആറോസ് വരിക. രണ്ട് ഫംഗ്ഷൻ വരുന്ന ലെഫ്റ്റ് സൈഡഡ് സീക്വൻസിലെ ഏറ്റവും ഉള്ളിലേക്കാണ് വരിക. ഡബിൾ സൈഡഡിലാണെങ്കിൽ രണ്ട് സർക്കിൾ വരുമ്പോൾ ഒരെണ്ണത്തിൻ്റെ രണ്ട് സർക്കിളിൻ്റെ ഇടയിലാണ് ഹാച്ചിങ് വരിക, ആറോസി വരിക, ഹാച്ചിങ് ലൈൻസ് വരിക, ആറോസ് വരിക. അപ്പോൾ മോഡ് സെഡിൻ്റെ വാല്യൂ 0.2നേക്കാൾ കൂടുതലാണ്, 0.3യേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ റൈറ്റ് സൈഡഡ് സീക്വൻസിൽ ഏറ്റവും ഔട്ടർ സർക്കിളിൻ്റെ ഔട്ടറിലേക്ക്, ഇന്നറിലാണെങ്കിൽ ഏറ്റവും ഇന്നറിലേക്ക് ഉള്ളിലേക്ക്, ഡബിൾ സൈഡഡ് ആണെങ്കിൽ രണ്ട് സർക്കിളുകളുടെ ഇടയ്ക്ക്. ഈ രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ വരുമ്പോഴാണ് രണ്ട് സർക്കിൾ വരിക. മൂന്ന് ഫംഗ്ഷൻ വരികയാണെങ്കിൽ മൂന്ന് സർക്കിൾ വരും, നാല് ഫംഗ്ഷൻ വരികയാണെങ്കിൽ നാല് സർക്കിൾ വരും. എത്ര ഫംഗ്ഷൻ ഉള്ളതാണെങ്കിലും റൈറ്റ് സൈഡഡ് ആണെങ്കിലും ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിലും ഡബിൾ സൈഡഡ് ആണെങ്കിലും. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഫൈനൈറ്റ് റൈറ്റ് സൈഡഡ്, ഇൻഫൈനൈറ്റ് ലെഫ്റ്റ് സൈഡഡ്, ഇൻഫൈനൈറ്റ് ഡബിൾ സൈഡഡ്. ദെൻ നെക്സ്റ്റ്, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0.2 റൈസ് ടു എൻ യു ഓഫ് -n-1. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളത്? ഇത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് കണ്ടിട്ട് നമുക്ക് മുഴുവനായിട്ട് യു ഓഫ് -n മാത്രമല്ല -n-1 ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ ഏകദേശം ലെഫ്റ്റ് സൈഡഡ് ആണ്, പക്ഷേ ഉറപ്പിക്കാറായിട്ടില്ല. പിന്നെ എങ്ങനെ ഉറപ്പിക്കുക? സിഗ്മ n is equal to -∞ to 0 എന്ന് വന്നാൽ മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. യു ഓഫ് -n മാത്രമാണെങ്കിൽ അത് ലെഫ്റ്റ് ആണ്, യു ഓഫ് -n കഴിഞ്ഞ് വരുന്നതും ലെഫ്റ്റ് തന്നെ ആയിരിക്കും. എന്നിരുന്നാലും നമുക്ക് നോക്കാം. സിഗ്മ n is equal to -∞ to ∞, 0.2 raised to n u of -n-1 z raised to -n. u of -n-1ൻ്റെ പ്രത്യേകത എന്താ? u of -n-1 is equal to 1 when -n-1 greater than or equal to 0. u of -n-1 is equal to 1 when -n-1 greater than or equal to 0. അപ്പോൾ എന്ത് ചെയ്യുക? മൈനസ് വരുമ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ n+1 ലെസ് ദാൻ or equal to 0. ആ ഒരു സ്റ്റെപ്പ് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. n+1 ലെസ് ദാൻ or equal to 0 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ or equal to becomes ലെസ് ദാൻ or equal to. അപ്പോൾ മൈനസ് എന്നുള്ളത് പ്ലസ് n, -1 എന്നുള്ളത് +1, n+1 ലെസ് ദാൻ or equal to 0, n ലെസ് ദാൻ or equal to -1, n ലെസ് ദാൻ or equal to -1. അപ്പോൾ -∞ to 0 എന്ന് എഴുതാൻ പറ്റില്ല. u of -n-1 is equal to 1 only when n less than or equal to -1. അപ്പോൾ നമ്മളുടെ സമ്മേഷൻ -∞ തൊട്ട് 0 വരെ ഇല്ല. എന്ത് വരെയുള്ളൂ? -∞ തൊട്ട് -1 വരെ, -∞ തൊട്ട് എന്ത് വരെ? -1 വരെ. അപ്പോൾ എല്ലാ നെഗറ്റീവ് സീക്വൻസിലും ഇത് വരുന്ന -∞ to 0 എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. u of -n വന്നാൽ മാത്രമേ -∞ to 0 എന്ന് വരുള്ളൂ. ഇവിടെ u of -n-1 വരുമ്പോൾ u of -n-1 is equal to 1 when n less than or equal to -1. അപ്പോൾ സിഗ്മ n is equal to -∞ to -1. സിഗ്മ n is equal to -∞ to -1, 0.2 raised to n z raised to -n, 0.2 raised to n z raised to -n. -∞ to 0 വരില്ല, കാരണം u of -n-1 is equal to 1 എപ്പോൾ? n less than or equal to -1 വരെ മാത്രം. അപ്പോൾ സിഗ്മ n is equal to -∞ to -1, 0.2 raised to n z raised to -n. അടുത്ത സ്റ്റെപ്പിൽ എന്നിൻ്റെ വാല്യൂ -∞ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസ് ഒഴിവാക്കാനായിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സിഗ്മ n is equal to -∞ becomes ∞, -1 എന്നുള്ളത് +1. ഇനി ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ എന്നിൻ്റെ വാല്യൂവിനും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0.2 raised to -n z raised to +n. അപ്പോൾ സിഗ്മ n is equal to ∞ to 1, 0.2 raised to -n z raised to n. സിഗ്മ n is equal to ∞ to 1 എന്ന് പറയുന്നത് തന്നെയാണ് സിഗ്മ n is equal to 1 to ∞. അപ്പോൾ എവിടെ സിഗ്മയുടെ വാല്യൂ -∞ വരികയാണെങ്കിലും അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
എല്ലാ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസിലും സിഗ്മ n is equal to minus infinity to 0 അല്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ദ പ്രോബ്ലം. ഇവിടെ u of minus n minus 1 എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൺലി വെൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പോൾ സമ്മേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൺലി ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു -1. അപ്പോൾ സിഗ്മ n is equal to പ്ലസ് ഇൻഫിനിറ്റി ടു +1 അല്ല മൈനസ് ഇൻഫിനിറ്റി ടു -1 0.2 raised to n z raised to -n. ഇനി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ബിക്കംസ് പ്ലസ് ഇൻഫിനിറ്റി, -1 ബിക്കംസ് +1, 0.2 raised to -n z raised to +n. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ n is equal to 1 to infinity, ഇൻഫിനിറ്റി ടു 1 എന്നുള്ളത് എന്തായി 1 to infinity 0.2 raised to -n z raised to +n. മൈനസ് കൊണ്ട് എന്നിൻ്റെ വാല്യൂസിനെല്ലാം അതിന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 0.2 raised to -n z raised to n, 0.2 raised to -n z raised to n. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ n is equal to 1 to infinity 0.2 raised to -1 z all raised to n, 0.2 raised to -1 z all raised to n. ഓക്കെ, ഇനി നമ്മൾ എന്നിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്യുക. എന്നിൻ്റെ വാല്യൂ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ അപ്ലൈ ചെയ്യേണ്ട, 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പോൾ എന്താ ആൻസർ വരിക? 0.2 raised to -1 z നമുക്ക് എന്ത് എഴുതാം? സിഗ്മ n is equal to 1 to infinity z by 0.2 all raised to n. സിഗ്മ n is equal to 1 to infinity z by 0.2 all raised to n. അതായത് z by 0.2 all raised to 0 ഇല്ല, എന്നിന് 1 തൊട്ടേ കൂടെ കണ്ടു. z by 0.2 all raised to 1 plus z by 0.2 all square plus z by 0.2 all cube plus etc. പക്ഷെ നമ്മളുടെ ജനറൽ ഫോർമുല എന്താ? 1 plus a plus a square എന്ന് എഴുതിയാലേ നമുക്ക് 1/1 minus a എന്ന് വരുള്ളൂ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ 1 വന്നിട്ടില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ 1 വരാത്തത് കൊണ്ട് അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ z by 0.2 പുറത്തേക്ക് എടുത്തു. z by 0.2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ z by 0.2 പുറത്തേക്ക് എടുക്കുമ്പോൾ z by 0.2 into 1 plus z by 0.2 plus z by 0.2 all square plus etc. കാരണം എല്ലാത്തിനും z by 0.2 പുറത്തേക്ക് എടുക്കുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 plus z by 0.2 plus z by 0.2 all square plus etc. അപ്പോൾ z by 0.2 into എന്താ വരിക? 1 plus a square എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/1 minus a. അപ്പോൾ 1/1 minus z by 0.2. അപ്പോൾ z by 0.2 into 1/1 minus z by 0.2. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിലെ 1 മൈനസ് കഴിച്ചു വരുന്ന ഫംഗ്ഷൻ്റെ മോഡുലസ് എടുത്തിട്ട് ലെസ് ദാൻ 1 കൊടുത്ത ROC കിട്ടും. അപ്പോൾ എന്താ വരിക? മോഡുലസ് ഓഫ് z by 0.2 ലെസ് ദാൻ 1, മോഡുലസ് z by മോഡുലസ് 0.2 ലെസ് ദാൻ 1, മോഡ് z ലെസ് ദാൻ മോഡുലസ് 0.2, മോഡ് z ലെസ് ദാൻ മോഡുലസ് 0.2, അപ്പോൾ മോഡ് z ലെസ് ദാൻ 0.2. അപ്പോൾ ഇത് എന്താ തന്നെയാണ്? ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഓൾ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആർ ഇൻ ബിറ്റ്വീൻ -ഇൻഫിനിറ്റി ടു 0. അത് വ്യത്യാസം വരാം. അതേപോലെ എല്ലാ പോസിറ്റീവ് സീക്വൻസുകളും 0 തൊട്ട് ഇൻഫിനിറ്റി ആണെന്ന് ധരിക്കരുത്. അത് 2 to ഇൻഫിനിറ്റി പോസിറ്റീവ് സീക്വൻസ് അല്ലെങ്കിൽ റൈറ്റ് സൈഡഡ് സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 0 to ഇൻഫിനിറ്റി ആയി തന്നെ ആയിക്കൊള്ളുന്നില്ല. 1 to ഇൻഫിനിറ്റി ആകാം, 2 to ഇൻഫിനിറ്റി ആകാം, 3 to ഇൻഫിനിറ്റി ആകാം. ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് പറഞ്ഞാൽ എല്ലാം -ഇൻഫിനിറ്റി ടു 0 ആണെന്നില്ല, -ഇൻഫിനിറ്റി ടു -1, -ഇൻഫിനിറ്റി ടു -5 അങ്ങനെയാകാം. അപ്പോൾ ലെഫ്റ്റ് സൈഡഡ് എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റി മറ്റേ ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, എന്തായാലും പോസിറ്റീവ് വാല്യൂ ആവില്ല. ഒന്നുകൂടി ഞാൻ പറയാം, റൈറ്റ് സൈഡഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റില്ല. 5 തൊട്ട് ഇൻഫിനിറ്റി ആവാം, 2 തൊട്ട് ഇൻഫിനിറ്റി ആവാം, 3 തൊട്ട് ഇൻഫിനിറ്റി ആവാം. ലെഫ്റ്റ് സൈഡഡ് എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റി ടു 0 തന്നെ ആയിക്കൊള്ളുന്നില്ല. -ഇൻഫിനിറ്റി ടു -1 ആകാം, -ഇൻഫിനിറ്റി ടു -2 ആകാം, -ഇൻഫിനിറ്റി ടു -3 ആകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ പറഞ്ഞ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇൻഫൈനൈറ്റ് റൈറ്റ് സൈഡഡിലും ഇൻഫൈനൈറ്റ് ലെഫ്റ്റ് സൈഡഡിലും എപ്പോഴും ലിമിറ്റ്സ് ഒരേപോലെ ആണ് എന്ന് ധരിക്കരുത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ കണ്ടിട്ട് എല്ലാ പ്രോബ്ലം ഒരുപോലെയാണെന്ന് ധരിക്കരുത്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ.